ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിൽ ഇന്ന് US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. നാളെയാണ് ഡിസിഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റ്, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ, എമർജിങ് മാർക്കറ്റുകൾ, ഗോൾഡൊക്കെ ഒരുപക്ഷെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം. ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റസൽ 2000 ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ബ്രോഡ്കോം പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്. അതോടൊപ്പം NVIDIA ഇന്നലെ ബെറ്റർ ആയിരുന്നു. ആഫ്റ്റർ അവേഴ്സിൽ NVIDIA അറൗണ്ട് 4% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് NVIDIAക്ക് AI ചിപ്പായ H200 ചൈനയ്ക്ക് വിൽക്കാനായിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. 25% താരിഫോട് കൂടിയിട്ട്. തീർച്ചയായിട്ടും ചൈന എത്രത്തോളം S200 ചിപ്പുകൾ വാങ്ങും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കാം NVIDIA സ്റ്റോക്ക് പ്രൈസിലൊക്കെ മൂവ്മെൻറ്റ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം ഗോൾഡ്മാൻ സാക്സ് മുമ്പ് പ്രിഡിക്റ്റ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് S&P 500 ടാർജറ്റ് 1 ഇയർ ടാർജറ്റ് താത്തിയിരിക്കുകയാണ്. ഇതും അമേരിക്കൻ മാർക്കറ്റിലെ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ മെജോറിറ്റി മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ഇന്നലെ ഹോങ്കോങ് മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം ബെറ്റർ ആയിരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. ഇത് ഇൻഡിഗോയുടെ ഒരു ഇഷ്യൂ ആണ്. ഇൻഡിഗോ 60%-ലധികം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു എയർലൈൻ കമ്പനിയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലാണ് ഫ്ലൈറ്റുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. ഇൻഡിഗോ പൈലറ്റ് അസോസിയേഷൻ്റെ ബ്ലെയിമിംഗ് ആണ്. അവർ മാനേജ്മെൻറ്റിനെയാണ് ബ്ലെയിം ചെയ്തിരുന്നത്. അവർ പറക്കാൻ തയ്യാറായിരുന്നു. അതേസമയം മാനേജ്മെൻറ്റ് അലവ് ചെയ്തിരുന്നില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം നല്ല സെല്ലിംഗ് പ്രഷറാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. സാധാരണ ബസ് അല്ലെങ്കിൽ കാറ് സർവീസസ് പോലെയൊന്നുമല്ല ഫ്ലൈറ്റ് സർവീസസ്. ഇത് കോർപ്പറേറ്റ് സെക്ടറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത് വളരെ നെഗറ്റീവായിട്ടാണ് ഇൻഡിഗോ പൈലറ്റ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നും മോർണിംഗിൽ അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്തേക്കാം. അതേസമയം ഇൻഡിഗോ പറഞ്ഞിരിക്കുന്നത് 90% ഫ്ലൈറ്റുകളും ഓൺ ടൈം ആക്കി അല്ലെങ്കിൽ ഡിസ്റപ്ഷനൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ചൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇൻഡിഗോ എയർലൈൻസിന് ടർക്കിഷ് എയർലൈൻസ് ആയിട്ടുള്ള ബന്ധവും വളരെ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടത്. ഇന്നും മോർണിംഗിലും അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് കണ്ടേക്കാം. അതോടൊപ്പം കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ഗോൾഡിൽ നല്ല വൊളാറ്റിലിറ്റി ആണ്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് താഴെയാണ്. $4,188 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്ന് മോർണിംഗിൽ കോപ്പർ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $58.11 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ കോപ്പർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കാണ്. സിങ്കും ഇന്നലെ 52 വീക്ക് ഹൈനടുത്ത് എത്തിയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും താഴെയാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. 90.17 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റുപ്പി വീക്ക്നെസ് തന്നെയാണ് മറ്റൊരു നെഗറ്റീവ് ഫാക്ടർ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഫർദർ റുപ്പി വലിയ രീതിയിൽ വീക്കൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിയിലും മാർക്കറ്റിലും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരു വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മൂഡീസ്, അഡാനി ഗ്രീൻ, അതുപോലെ തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ്, അഡാനി പോർട്സ് ഈ കമ്പനികളുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുകയാണ്. JP അസോസിയേറ്റ്സിന് വേണ്ടിയുള്ള 15,000 കോടി രൂപയുടെ റിവൈസർ പ്രപ്പോസൽ അഡാനി ഗ്രൂപ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലാണ് ഇനി NCLTയുടെ ഹിയറിംഗ് വരാൻ പോകുന്നത്. NCLT അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ JP അസോസിയേറ്റ്സ് അഡാനി ഗ്രൂപ്പിന് സ്വന്തമാക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും JP അസോസിയേറ്റ്
ലിസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അഡാനി ഗ്രൂപ്പാണ്. എന്നിരുന്നാലും JP അസോസിയേറ്റ്സിൻ്റെ ഷെയർ പ്രൈസിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്ലൈറ്റ് അപ്വേർഡ് മൊമെൻറ്റം ഒക്കെ കാണുന്നുണ്ട്. JP അസോസിയേറ്റ്സിൻ്റെ ലിസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനാണ് ഈ NCLT വെർഡിക്റ്റിന് ശേഷം അഡാനിക്ക് ലഭിക്കുകയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഫാക്ടർ ആയേക്കാം. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കൊറോണ റെമഡീസ് ഫസ്റ്റ് ഡേ 0.67 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. വീക്ക് ഫിറ്റ് 0.16 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. BSE SMEയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ലക്ഷറി ടൈംസ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 655.53 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ 860.53 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ലക്ഷറി ടൈംസ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് ക്ലോസ് ചെയ്യുന്ന മെത്തേഡ് ഹബ് സോഫ്റ്റ്വെയർസ് ലിമിറ്റഡ് 2.94 ടൈംസ് ഇന്നലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ക്ലോസിംഗ് വരുന്നത്. തീർച്ചയായിട്ടും ഈ IPOയിലും മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം വെൽസ്പൺ കോർപ്പ് 1165 കോടി രൂപ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നാണ്. സ്റ്റീൽ പൈപ്സ് സപ്ലൈ ചെയ്യാനാണ്. സീമെൻസ് അവരുടെ ലോ വോൾട്ടേജ് മോട്ടോർ ബിസിനസ് വിറ്റിരിക്കുകയാണ് 2200 കോടി രൂപയ്ക്ക്. ഒപ്പം പിരമൽ ഫൈനാൻസ് ഗോൾഡ് ലോൺ NBFCനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ടേക്ക് ഓവറാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിലേക്ക് നല്ലൊരു NBFC സ്റ്റോക്കാണ് പിരമൽ ഫൈനാൻസ്. ബജാജ് ഫിൻസർവ് അതുപോലെ തന്നെ ബജാജ് ഫൈനാൻസ് ഈ 2 കമ്പനികളിലും നല്ല രീതിയിലുള്ള അക്യുമുലേഷനാണ് മാർക്കറ്റിൽ ലോവർ ലെവലിൽ വരുമ്പോൾ കാണുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ബജാജ് ഫിൻസർവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ഒരു പക്ഷേ ഈ സ്റ്റോക്ക് വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം പിരമൽ ഫൈനാൻസ് ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിലും വളരെ താഴെയാണ്. റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഈ സ്റ്റോക്കും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ വെൽസ്പൺ എൻ്റർപ്രൈസസ് ആണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും സെല്ലേഴ്സ് ആണ്. 655.59 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2542.49 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും US ഫെഡിൻ്റെ നാളത്തെ ഡിസിഷൻ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം ഗോൾഡ് പോലുള്ള കമോഡിറ്റികളിലും തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് ലോങ് ടൈം ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ്. അതേസമയം സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ കോമക്സിൽ അമേരിക്കയിലെ കമോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡെലിവറി പുഷ് ചെയ്തിരിക്കുകയാണ്. 45% ട്രേഡേഴ്സും തീർച്ചയായിട്ടും ഡെലിവറി ഷോർട്ടേജ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് സിൽവറിൽ ഒരു പക്ഷേ $60 പെർ ഔൺസ് അടുത്ത ദിവസങ്ങൾ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒപ്പം ഗോൾഡിൽ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ സെൻട്രൽ ബാങ്ക് ബൈയിങ് ഡാറ്റയാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. അതിനുശേഷം ഗോൾഡിലും ഒരു വൊളാറ്റിലിറ്റി കണ്ടേക്കാം. എന്നിരുന്നാലും ലോങ് ടൈം ട്രെൻഡ് ഗോൾഡിനെ സംബന്ധിച്ച് ഇൻടാക്റ്റ് തന്നെയാണ്. ഗോൾഡ് വലിയ രീതിയിൽ 2026 മുന്നേറുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ആയി US ഫെഡിൻ്റെ ഡിസിഷൻ വരുന്നവരെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഒരു വൊളാറ്റൈൽ മോഡിലായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.